എനിക്കൊന്നും അറിയില്ല കേട്ടാ. എന്റെ ജോലി പോലും പോകുന്നു എനിക്ക് തോന്നുന്നത്. ഞാൻ HR-മാരെ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. 10ാം ക്ലാസ്, +2, ഞാൻ ഡിഗ്രി, ജോലിക്ക് വന്ന് എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ വന്നപ്പോൾ സതീശൻ നിനക്കിത് പറ്റിയോടാ, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം വീഡിയോസും എന്റെ ഫോട്ടോസും എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇതാണ് സംഭവിച്ചെന്നുള്ളത്. പിന്നെ അവര് പറഞ്ഞു ഞാൻ അവളാണ് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനെ എന്നെ ഉപദ്രവിക്കുന്നത്. അവൾ ദേഷ്യം വരുമ്പോൾ അവൾ ഭയങ്കര, അവൾക്ക് അമ്മയ്ക്കും അറിയാം അച്ഛനും അറിയാം, അവൾക്ക് ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമുള്ളത്. അവൾക്ക് കൈ കിട്ടിയൊക്കെ എടുത്ത് നോക്കുന്നു ഉണ്ടോ. ഇതൊന്നും അല്ല, ഇനിയുണ്ട്. ഇതൊന്നും ഞാൻ സ്വയം ചെയ്യുന്നതല്ലോ. അടിച്ചതിന്റെ പാടല്ല, പക്ഷെ എന്തിന്റെ പാടാണത്? ഇത് അടിച്ച പാടാട്ടെ മൊത്തം. ഇത് അവൾ എന്തൊക്കെ കാണിച്ചാണത്. ഇതിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ബാത്റൂമിൽ സ്ലിപ്പാട്ടി വീണയാണ്. അല്ല, ഞാൻ ഒരാഴ്ച ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ബാത്റൂം വീണല്ല, ഇവളോട്ട് പ്രശ്നം വന്നപ്പോൾ ഇവളെന്നെ തെള്ളി ഞാൻ താഴെ പേടിച്ചാണ്. താഴെ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ സ്ലിങ് ഇട്ടുകൊണ്ടിരുന്നു. ആ സ്ലിങ്, ആ ബെൽറ്റ് ഊരി അവളെന്നെ അടിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ കുഞ്ഞ് കാണിച്ചത് അവിടെ ദേഷ്യമാണ്. ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയത്തില്ല. ആ കുഞ്ഞ് എന്നോട് സ്നേഹം കൊണ്ട് കാണിച്ചാണ്. ആ കുഞ്ഞിന് എന്ത് പറ്റി എനിക്കറിയണം. അവൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യത്തില്ല. അത് 100 അല്ല 200% ഞാൻ പറയുന്നു. എൻ്റെ കുഞ്ഞ് ഒന്നുകിൽ എന്നെ പേടിപ്പിക്കാൻ കാണിച്ച അബദ്ധം, ഇല്ലെങ്കിൽ അവൾക്ക് എന്തോ പറ്റി. എനിക്കിത് അറിയണം. എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ, എന്നിട്ടേ ഞാൻ ചാവത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കൂടെ ആരുമില്ല. ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കായിരിക്കും, ഒരു ആഹാരം കഴിക്കായിരിക്കും. ഞാൻ ഇൻസുലിൻ എടുക്കുന്ന മനുഷ്യനാണ്. ഞാൻ എപ്പോഴാ താഴെ വീഴുന്ന എനിക്ക് തന്നെ അറിഞ്ഞു. ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ, ഉപദ്രവിച്ചിട്ടുണ്ട്. ശരിയാ, എന്റെ അമ്മ എനിക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടാ. 2-3 വർഷമായിട്ട് വിളിക്കാത്ത അവരെ ഞാൻ എങ്ങനെ വിളിക്കും? എന്റെ അനിയനെ വിളിച്ചു, അതുല് അവൻ വിളിച്ചു. അവന്റെ കൂട്ടുകാർ വന്ന് രാത്രി, അവന്റെ സപ്പോർട്ട് എനിക്കുണ്ട്. വിഷമിക്കണ്ട. ഇത്രയും ദ്രോഹം ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ അവന്റെ കയ്യിൽ നോക്കി. അവൻ കല്യാണം കഴിക്കാക്കി ഇരിക്കണം. എന്റെ ചേട്ടൻ മരിച്ചു. എന്റെ ചേട്ടന്റെ മക്കളെ നോക്കി അവന്റെ ലൈഫ് പോലെ നോക്കാതെ അവൻ ജീവിക്കണം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 പൈസ പോലും ഞാൻ കൊടുക്കുന്നില്ല. എന്റെ ചേട്ടൻ അത്രയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു. അതുലേക്ക് ഇഷ്ടമല്ല, അതുലേക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നു. അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു. അമ്മയെ വിളിക്കാതിരുന്നു, സഹോദരങ്ങളെ മൈൻഡ് ചെയ്യായിരുന്നു, സുഹൃത്തുക്കളെ മൈൻഡ് ചെയ്യായിരുന്നു. അവള് അത്ര പൊസസീവായിരുന്നു. ഞാനും എനിക്കും അത്രയും തന്നെയായിരുന്നു. അത് ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ അടിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അടിക്കാനാണെങ്കിൽ അടിച്ചാ പോരെ. കത്തി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ തീരാൻ പോകുന്നില്ല. എനിക്ക് വയ്യ, എനിക്ക് മടുത്തു. കാരണം കുഞ്ഞിങ്ങനെ പറയാണ്, നിരന്തരമായിട്ടൊരു കൊച്ചിങ്ങനെ പറയാണ്, ഞാൻ എന്റെ സ്പേസിൽ പൊയ്ക്കോളാം, ഇയാൾ പൊയ്ക്കോ. അപ്പൊ ഞാൻ ആലോചിക്കണം, അത് ശരി. ഇപ്പൊ ഞാൻ ഇത്രയും 15 വർഷം കഷ്ടപ്പെട്ടു, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഇപ്പൊ എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ? എനിക്ക് ആരുമില്ല, ഒരാളും ഇല്ല. അപ്പൊ ആ സമയത്ത് അവളെ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ വേണം? ഞാൻ സ്വയം തീരാൻ പോകുന്നു പറഞ്ഞ് എങ്ങനെ പിടിച്ചോണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് കയ്യിൽ മടക്കി കൊടുത്ത് വെച്ചോണ്ടിരുന്ന വീഡിയോ ഒക്കെ എടുത്തത്. അവളിങ്ങനെ പിടിക്കും, ഞാൻ പിന്നെയും കാണിക്കും. അത് ഇവളിങ്ങനെ ഇത് വന്നതെന്ന് വെച്ചാൽ ഇവിടെ കൂട്ടുകാർക്കല്ല ഇത് അയച്ചു കൊടുത്തിട്ടാണ് ഈ പ്രശ്നം വന്നേക്കുന്നത്. അപ്പോഴത്തേക്ക് മൊത്തം നെഗറ്റീവായി. ഞാൻ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി എനിക്ക് നിങ്ങൾ നിങ്ങൾ ശാസ്ത്രമായിട്ട് പോകും. എൻ്റെ അമ്മയെടുത്ത് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ? ഇതുവരെ പോയോ? പോയില്ല. എന്തുകൊണ്ട് പറഞ്ഞേ? ആര് പോയി? സംസാരിച്ചപ്പോൾ അമ്മ ആദ്യം പറഞ്ഞത് ഈ സതീഷ് ഇവിടേക്ക് വരാറില്ലായിരുന്നു എന്നുള്ളതാണ്. വന്നിട്ട് തന്നെ വർഷങ്ങളായി, അത്ര ബന്ധം ഈ വീടുമായി ഇല്ല എന്നുള്ളതാണ്. അമ്മ ഉഷ ഇതിന്റെ മാനസികമായ ഒരു വിഷമത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അമ്മയോട് നമുക്ക് സംസാരിക്കാം. എന്താണ് അമ്മയെ സതീഷ് അവസാനമായി ഇവിടേക്ക് എത്തിയത്? അവസാനമായിട്ട് ഇവിടെ എത്തിയത് എൻ്റെ മൂത്തമ്മ മരിച്ചിട്ട് 5 വർഷമായി. അപ്പോൾ അന്ന് വന്നില്ല. പിന്നെ അതിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനായിട്ട് അവർ രണ്ടുപേരും ഇവിടെ വന്ന് കല്യാണം പറയാനായിട്ട് ഇവിടെ വന്ന്, അന്നാണ് മരിച്ചനൊക്കെ അവരുടെ വീട്ടിലാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ മരിച്ചനെങ്കിലും ഇവിടെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് കല്യാണവും പറഞ്ഞ് പോയ അന്ന് ഞാൻ കണ്ടതാ. പിന്നെ എന്നെ വിളിക്കാറോ ഒരു കാര്യങ്ങളും ഇല്ല. അവർക്ക് വീടും സ്ഥലവും കിടക്കുന്ന, അവർക്ക് 10 സെന്റ് സ്ഥലവും വീടും, അവന് വീട് വെക്കാനോ അതില്ലെന്ന് പറഞ്ഞ അച്ഛൻ്റെ അടുക്ക പറഞ്ഞ അനിയനായിരുന്നു വീട് സ്ഥലവും. അപ്പൊ അനിയന് എൻ്റെ അടുക്ക 4 വർഷം മുമ്പ് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവനങ്ങ് ഗൾഫിൽ വിളിക്കാറില്ല, എന്നെ വിളിക്കാറില്ല. എന്നെ അല്ല, ഇവിടെ ഞങ്ങൾ കുടുംബമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. എപ്പോഴെങ്കിലും അതുല്യ ഈ സതീഷിൽ നിന്ന് ഇത്തരം ഒരു പീഡനം ഏറ്റുവാങ്ങുന്നതായി അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഞങ്ങളുമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. അവര് ഭാര്യയും ഭർത്താവും ഇവിടെ ജീവിക്കുന്നിടത്ത് അവരുടെ പരാതിയൊന്നും നമ്മുടെ അടുക്ക പറയാറില്ല. അവരുടെ പരാതികളൊന്നും അതുല്യ എൻ്റെ അടുക്ക പറയാറില്ല. വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അതുല്യ മോൻ വിളിക്കുന്നില്ലല്ലോ, പിന്നെ എന്താ അതുല്യ വിളിക്കണ്ടേ? തിരക്കിയിട്ടില്ലേ ഈ കുഞ്ഞിന്റെ കാര്യമൊന്നും? കുഞ്ഞിന്റെ കാര്യം തിരക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. കോവിഡ് സമയമായപ്പോഴേ ഞാൻ പോകാറില്ലായിരുന്നു. പിന്നെ എന്റെ ഇളയ മോൻ ഗൾഫില, അവൻ വരുന്ന ഉടനെ അവന്റെ കൂടെ ഞങ്ങൾ അവിടെ പോകും. ഞാനൊരു വീഡിയോ കണ്ടില്ലല്ലോ.
എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പോയിട്ട് ആ കുഞ്ഞിന്റെ അച്ഛനെ അമ്മയെ വിളിച്ച് സംസാരിച്ചല്ലാതെ എന്റെ അമ്മയുടെ നിങ്ങൾ ചോദിച്ചു എന്തെങ്കിലും? അല്ല, അമ്മയായിട്ട് ബന്ധമില്ല, 2 വർഷമായിട്ട് അതെ. അമ്മയായിട്ട് പോലും ഇല്ല. സംസാരിക്കാറില്ല. അതിന്റെ കാരണം കൂടെ പറയില്ല അവര് എന്തുകൊണ്ടാണത്. അതുല്യ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മൊത്തം അടിയാണ് ആ വീട്ടിൽ. ആ പരിസരക്കാർക്ക് മൊത്തം അറിയാം. ഞാൻ വീട് വാടക കൊടുത്തിട്ടുണ്ട്. ഞാൻ വാടക വാങ്ങിക്കുന്നത് ഞാനല്ല വാങ്ങിക്കുന്നത്. എനിക്ക് 2.5 ലക്ഷം രൂപ ഒരു വീഡിയോ ഒന്ന് എനിക്ക് 2 lakhs സാലറി ഉണ്ട്. സോറി, 2.5 ഉണ്ട്. എനിക്ക് 2.5 ഉണ്ട്. എന്റെ അക്കൗണ്ടിൽ 1000 രൂപ ഇല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇവിടെ ഇല്ല. എന്റെ സുഹൃത്തിന്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി. അല്ല, ഞാൻ കഴിഞ്ഞിട്ട് ഈ ജോലി കിട്ടിയ ദിവസം ജന്മദിനത്തിന്റെ അന്ന് അങ്ങനെ അതുല്യ ചെയ്യുമെന്ന് താങ്കൾ ചെയ്യത്തില്ല ചേട്ടാ. എനിക്ക് 100% ഉറപ്പാണ് ആ കുഞ്ഞ് ചെയ്യത്തില്ല. ഒന്നുകിൽ അവളെ എന്തോ ഭയപ്പെടുത്തി, ഇല്ലെങ്കിൽ ആ കുഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ട് അവൾക്ക് അബദ്ധം പറ്റി. എന്നാലും ഞാൻ പറയുന്നു, അബദ്ധം പറ്റിയാലും ശ്വാസം മുട്ടി കുറച്ചേരം കിടന്നാലും അവൾ ഓക്കെ. അവളെ ലോക്ക് ചെയ്തിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അകത്ത് വരുമ്പം ഞാൻ വന്ന് കയറാൻ വേണ്ടി ആയിരിക്കും ആ കുഞ്ഞ് ഓപ്പൺ ആക്കിയിട്ടത്, എന്നിട്ട് കാണിക്കാൻ വേണ്ടി. അതാണോ അതോ കുഞ്ഞിന് അബദ്ധം പറ്റിയാണോ? അല്ലെങ്കിൽ കുഞ്ഞിന് ഫ്ലാറ്റിൽ പൂട്ടിയിട്ട് പോകാറുണ്ടോ? ഫ്ലാറ്റിൽ പൂട്ടിട്ട് ഒരു ചാവിയല്ലേ ഉള്ളൂ, അവളാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് 2-3 ഷെയറിങ് കിടന്നപ്പോൾ ഞാൻ മെയിൻ ഡോറിൽ ഞാൻ ചാവി എടുത്തുകൊണ്ട് പോകുമായിരുന്നു. മെയിൻ ഡോറിൽ. എന്നാലും അവർക്ക് ഹാളും കിച്ചണും എല്ലാം ഓക്കെ ആയിരുന്നു. ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ കൊണ്ടുപോകാറില്ല. ഒറ്റ ചാവിയേ ഉള്ളൂ. ഞാൻ രാവിലെ ഇറങ്ങി ഇപ്പോൾ 5:30 5:30 ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ ഇവിടുന്ന് 9 o'clock ഞാൻ ചാവി കൊണ്ടുപോകാറില്ല. ഞാൻ കൊടുത്തിട്ടുണ്ട് ആൾറെഡി ഞാൻ പറഞ്ഞു. ഷാർജ ബസർ പറഞ്ഞു, ഇങ്ങനെ സംഭവം എനിക്ക് അറിയണം, എന്താ സംഭവിച്ചോളാം. നിങ്ങൾ CCTV ക്യാമറ എല്ലാം ചെക്ക് ചെയ്യും. ഞാൻ എപ്പോഴാണ് പോയത്, ഞാൻ എപ്പോഴാണ് വന്നത്, ആ കുഞ്ഞിന് എപ്പോഴാണ് സംഭവിച്ചേക്കുന്നത്. പൊട്ടന്മാരെന്നല്ല ഇവിടെ ഉള്ളവർ. ഇവിടുത്തെ സിസ്റ്റത്തെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ വെയിറ്റ് ചെയ്യണം, എനിക്കറിയണം. ഇത് അവര് പറഞ്ഞത് ഞാൻ ചെയ്ത കൊലപാതകമാണ്. എനിക്കെന്റെ ആവശ്യം എന്തോ? എനിക്ക് ആ കുഞ്ഞേ ഉള്ളൂ. ഞാൻ അതിനെങ്ങനെ കാണിച്ച് ഞാൻ അങ്ങോട്ട് പോകാനോ? എനിക്ക് 10,000 ഈ ഇത്രയും പൈസ സാലറി ഉണ്ടെങ്കിൽ എനിക്ക് ഒഴിവാക്കാനാണെങ്കിൽ സിമ്പിളായിട്ട് ഒഴിവാക്കായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അവൾ ഇപ്രാവശ്യം അബോർഷൻ ആക്കിയിട്ട് അവൾ പറഞ്ഞു, ചേട്ടാ ഞാൻ വരുന്നില്ല, ഞാൻ അങ്ങോട്ട് വരത്തില്ല, എനിക്ക് വേണ്ട. എനിക്ക് അങ്ങനെ വേണ്ട നോക്കായിരുന്നു. എനിക്കെന്താ ഇവിടെ എന്താ ദുബായ് ഇല്ല ഇത്? എനിക്ക് എൻ്റെ ജീവിച്ചുവിടായിരുന്നു? ഇല്ല, എനിക്ക് അവളേ ഉള്ളൂ, എൻ്റെ അമ്മയില്ല, എൻ്റെ സഹോദരൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അവള് വേണം എന്നുള്ള വാശിയിൽ ഞാൻ കാല് പിടിച്ചുകൊണ്ട് വന്നു. അവള് വേണമെന്ന് വിചാരിച്ചിട്ടാണ്, അവളെ കൊണ്ട് കളയാൻ വേണ്ടിയല്ല. എനിക്കറിയില്ല കേട്ടോ എന്തോ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഒരു ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് വളച്ചിട്ട്. എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. ആരോട് എന്തു പറയണം, എന്തോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. തുറന്നു നോക്കുമ്പോൾ ഈ ഇത്രയും വീഡിയോസ് വരുന്നത്. 11 വർഷം ഞാൻ പീഡനം ചെയ്തെങ്കിൽ അവൾക്ക് പോകാറുന്നല്ലോ, അവൾക്ക് എസ്കേപ്പ് ആവാറുന്നല്ലോ. നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കും. ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ എപ്പോഴും. ഇന്നലെ അവിടെ ബർത്ത്ഡേ, 30ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. എന്തിനാ കുഞ്ഞ് ഒരിക്കലും ചെയ്യത്തില്ല. എന്തോ സംഭവിച്ചെന്ന് എനിക്ക് വേണം, ഞാൻ വെയിറ്റിംഗ് ആണ്, വേറെ ഒന്നുമില്ല. കാരണം പുള്ളിയുടെ ക്യാരക്ടർ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവളെ ഇത്ര ഉപദ്രവിക്കുന്നതും നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതിൽ ഇടപെട്ടിട്ടുള്ളതാ. അപ്പം ഇവിടെ നിന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാവുമ്പോ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഞാനും എന്റെ ഹസ്ബൻഡും പോയി അവളെ വിളിച്ചിട്ട് വന്ന്, അവൾ അന്ന് ദുബായിലാണ് താമസിക്കുന്നത്, വിളിച്ചിട്ട് വരും. അവൾ ഇവിടെ വന്ന് ഒരാഴ്ച നിൽക്കും. വന്ന് ഇനി പോവില്ലടി എന്നൊക്കെ ഞങ്ങൾക്ക് പ്രോമിസ് തരും. ഇനി വിളിക്കരുത്, കോണ്ടാക്ട് ചെയ്യരുത്, ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ പറയും. ഇല്ലടി കോണ്ടാക്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ പുള്ളി മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും അവൾ മനസ്സലിഞ്ഞിട്ട് അവൾ പറയും, എടി ഒരു ചാൻസ് കൂടെ കൊടുക്കാടി, ഇനി മാറുവടി, ഇനി കുടിക്കത്തില്ലടി എന്നാ പ്രോമിസ് തന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പിന്നെയും പോവും. അപ്പൊ പോകുമ്പോ നമ്മൾ പറയും, ഇനി നീ പ്രശ്നം ഉണ്ടായ അപ്പൊ പിന്നെയും ഇത് പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞ് വിളിക്കാൻ ഒരിട ഉണ്ടാക്കരുതെന്ന് പറയും. പക്ഷെ പിന്നെ ഇത് തന്നെ പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും ഇതുപോലെ ഇഷ്യൂ. അങ്ങനെ ഒരുപാട് പ്രാവശ്യം അവൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിയെ അവൾ അത്ര സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവള് പിന്നെയും, അതായത് ഈ സതീഷിനും അഖിലയ്ക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഈ ചിലരൊക്കെ ഈ ഓവർ പൊസസീവായി അങ്ങനെയൊന്ന് മറ്റാരോടും സംസാരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരു ടോക്സിക് പേഴ്സണാലിറ്റി ആണോ സതീഷിൻ്റെത്? അഖിലയ്ക്ക് എന്താണ് കണ്ടിട്ട് തോന്നിയത്? ഈ ഓവർ അറ്റാച്ച്മെന്റ് ചില സമയത്ത്, എന്നാൽ ചില സമയത്ത് അതീവ ക്രൂരമായി തന്നെ ഉപദ്രവിക്കുന്നു. എന്താണ് ഈ സതീഷിന്റെ ഒരു ക്യാരക്ടർ സംബന്ധിച്ച് അഖിലയ്ക്ക് കണ്ട് ഈ വർഷങ്ങളിൽ മനസ്സിലായത്? ഇത് പൊസസീവ്നെസ് അല്ല, പുള്ളിക്ക് സംശയരോഗമാണ്. എന്ന് വെച്ചാൽ കുടിക്കുന്ന സമയത്ത് കറക്റ്റ് സൈക്കോ, അല്ലെങ്കിലും അവക്കൊരു സമാധാനമില്ല. കുടിക്കാത്ത ടൈമിൽ പോലും പുള്ളി ഇപ്പം എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത്, എൻ്റെ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ എൻ്റെ അമ്മയുടെ കൂടെ ഒരു കടയിൽ പോയാൽ പോലും പുള്ളി അവിടെ വെച്ച് വീഡിയോ കോൾ വിളിക്കും. അമ്മയുടെ കൂടെ ആണെന്ന് പറഞ്ഞാൽ പോലും എവിടെ നിൽക്കുന്നു, ഇത്ര മണിക്ക് പുള്ളി വരണം, എവിടെ പോയാലും അപ്പൊ പറയണം. ഒരു അമ്പലത്തിൽ പോയാലും ഒരു കടയിൽ സാധനം മേടിക്കാൻ പോയാൽ പോലും പുള്ളിയോട് ഇൻഫോം ചെയ്യാതെ അവർക്ക് പോകാൻ പറ്റത്തില്ല.
അമ്മയല്ല നമ്മുടെ റിലേറ്റീവ്സ് ആര് കൂടെ ഉണ്ടെങ്കിലും പുള്ളി അത്രയ്ക്ക് അങ്ങനെ ഒരു അവളെ ഒത്തിരി ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള അവൾ എന്നും ഇതിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ട് നാട്ടിൽ നിൽക്കുമ്പോഴും ഇവര് തമ്മിൽ പ്രശ്നമാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ അവള് പുള്ളിയുടെ അടുത്തോട്ടായിട്ടല്ല ആദ്യം വന്നത്. ഇവര് തമ്മില് ഇഷ്യൂ ആയിട്ട് ഇനി നമുക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കാര്യത്തിൽ നമ്മുടെ വീട്ടുകാരെല്ലാം ഇവക്ക് സപ്പോർട്ടായിരുന്നു. ഇവളാണ് ഇതിൽ നിന്ന് വിട്ടുമാറാതെ നിന്നിരുന്നത്. ഒരു പക്ഷേ അഖില, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ അവര് തമ്മിലൊരു അതുല്യക്ക്, അതായത് ഇയാളെ വിട്ടുപോരാൻ പറ്റാത്തൊരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ടാകും. കാരണം ഒരു 17 വയസ്സിലൊക്കെ കല്യാണം ഉറപ്പിച്ചതെന്ന് പറയുമ്പോൾ അന്ന് മുതൽ ഇയാളുമായിട്ടുള്ള ഒരു അടുപ്പം അത് പെട്ടെന്ന് വിട്ടുപോരാൻ കഴിയില്ല. പിന്നെ മകളെ കുറിച്ചും ഒക്കെ ആലോചിച്ച് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നത്.